ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റിഡക്സ് ഒരു ക്ലാസ് കോമ്പണൻറ്റിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ റിഡക്സ് ഉപയോഗിക്കുന്നത് നമ്മൾ റൂട്ട് കോമ്പണൻറ്റിൽ നമ്മൾ ഇതേപോലെ പ്രൊവൈഡർ വെച്ച് റാപ്പ് ചെയ്തു. ഇത് ക്ലാസ് കോമ്പണൻ്റായാലും ഫംഗ്ഷൻ കോമ്പണൻ്റായാലും ഒരു കുഴപ്പമില്ല, സെയിം ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ സ്റ്റേറ്റ് റീഡ് ചെയ്തും ഡിസ്പാച്ച് ചെയ്തും ഒക്കെ ഹുക്സ് വെച്ചിട്ടാണ്. സോ യൂസ് സെലക്ടർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് റീഡ് ചെയ്തത്, അതേപോലെ തന്നെ യൂസ് ഡിസ്പാച്ച് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്പാച്ച് എടുത്തത്. സോ ഇതെല്ലാം കസ്റ്റം ഹുക്കുകളാണ്. അപ്പോൾ നമുക്കറിയാം ഹുക്കുകൾ എപ്പോഴും ഫംഗ്ഷണൽ കോമ്പണൻറ്റിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ക്ലാസ് കോമ്പണൻറ്റിൽ പറ്റത്തില്ല. സോ ഇത് ക്ലാസ് കോമ്പണൻറ്റിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് ഒരു ക്ലാസ് കോമ്പണൻറ്റിൽ എങ്ങനെയാണ് റിഡക്സിൻ്റെ സ്റ്റേറ്റ് റീഡ് ചെയ്യുക, എങ്ങനെയാണ് റിഡക്സിൻ്റെ ഡിസ്പാച്ച് ഉപയോഗിക്കുക. സോ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ യൂസേജ് എന്ന് പറഞ്ഞ ടാബിൽ ഇട്ട് ഈ കൗണ്ടർ അത് തന്നെ നമ്മൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ടാബിലോട്ട് ഇടാം. സോ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, സെറ്റിങ്സ് എന്ന് പറഞ്ഞ കോമ്പണൻറ്റ് ക്ലാസ് കോമ്പണൻ്റ് ആയിരിക്കും എന്ന് മാത്രം. ഓക്കെ, സോ നമ്മൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞ കോമ്പണൻറ്റ് എഴുതിയിട്ടുണ്ട്. സോ അതൊരു ക്ലാസ് കോമ്പണൻ്റ് ആണ്, അതിനകത്ത് റെൻഡർ ഉണ്ട്. സിമ്പിൾ കോമ്പണൻ്റ് ആണ്, 2 ബട്ടൺ ഉണ്ട്, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും സെയിം മറ്റേതുപോലെ തന്നെ ഒരു ലേബലും ഉണ്ട്, അത്രയേ ഉള്ളൂ. സോ നമുക്കത് എങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. സെറ്റിങ്സിനകത്ത് ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ലേബലുണ്ട്. സോ ഈ ഗ്രീൻ ബ്ലൂ ബട്ടൺ ഇല്ലയെന്ന് മാത്രം, അതെന്തായാലും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. സോ അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. സോ ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ, സോ ഇനി ഇവിടെ നമുക്ക് സ്റ്റേറ്റ് റീഡ് ചെയ്യും വേണം, ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റ് അടിക്കുമ്പോൾ അത് ഡിസ്പാച്ച് ആവും വേണം. ഓക്കെ, സോ അതിന് നമ്മൾ ചെയ്യുന്നത് ഇതിനൊരു ഹയർ ഓർഡർ കോമ്പണൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് റിയാക്റ്റിൻ്റെ കോണ്ടെക്സ്റ്റ് APIയുടെ ഉപയോഗം എങ്ങനെയാണെന്നൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ട് റിഡക്സ് ഇൻറ്റേർണലി ഉപയോഗിക്കുന്നത് ഈ കോണ്ടെക്സ്റ്റ് APIകളാണ്. സോ നമ്മൾ കോണ്ടെക്സ്റ്റ് API ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു വാല്യൂ എല്ലാ ചൈൽഡിലും കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്ത് ഒരു പ്രൊവൈഡർ കോമ്പണൻറ്റ് ഈ ചൈൽഡ് മൊത്തം നമ്മൾ റാപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിൽ നിന്നൊരു വാല്യൂ വേറെ ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് കിട്ടണമെങ്കിൽ ആ കോമ്പണൻറ്റ് ഫങ്ഷണൽ കോമ്പണൻ്റ് ആണെങ്കിൽ നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഹുക്ക് ഉപയോഗിച്ചിട്ടാണ് വാല്യൂ റീഡ് ചെയ്യുക. നേരെ മറിച്ച് ക്ലാസ് കോമ്പണൻ്റ് ആയിരുന്നെങ്കിലോ ഏത് കോമ്പണൻറ്റിലാണോ നമുക്ക് വാല്യൂ ആവശ്യം അതിൻ്റെ പാരൻറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു കൺസ്യൂമർ എന്ന് പറഞ്ഞ കോമ്പണൻറ്റ് റാപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസ്യൂമറിനകത്താണ് നമുക്ക് ഈ നമ്മൾ പ്രൊവൈഡ് ചെയ്ത വാല്യൂ കിട്ടുക, എന്നിട്ട് അതാണ് നമ്മൾ ചിൽഡ്രനിലോട്ട് പാസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ റിയാക്ട് റിഡക്സ് ഇൻറ്റേർണലി ഇതേ കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റോർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊവൈഡർ എന്ന് പറഞ്ഞ കമ്പണൻറ്റിനകത്ത് റാപ്പ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഫങ്ഷണൽ കോമ്പണൻറ്റിലാണെങ്കിൽ ഹുക്സ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, കോണ്ടെക്സ്റ്റ് പോലെ തന്നെ. നേരെ മറിച്ച് നമുക്ക് ക്ലാസ് കോമ്പണൻറ്റിലാണെങ്കിലോ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ പാരൻറ്റിൽ ഒരു കോമ്പണൻറ്റ് ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, സോ അതിന് റിയാക്റ്റ് തരുന്ന ഒരു ഹയർ ഓർഡർ കോമ്പണൻ്റാണ് കണക്റ്റ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് കോമ്പണൻറ്റിനകത്ത് ഈ പറയുന്ന സ്റ്റോറിലെ ഡിസ്പാച്ചും സ്റ്റേറ്റും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കതെങ്ങനെയാണ് നോക്കാം. സോ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ട് റിഡക്സിൻ്റെ കണക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ഈ കോമ്പണൻറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത് നമ്മുടെ കോമ്പണൻറ്റ് ഈ പറയുന്ന കണക്റ്റ് ഉപയോഗിച്ചിട്ട് റിയാക്ട് റിഡക്സിൻ്റെ കോമ്പണൻറ്റുമായിട്ട് റാപ്പ് ചെയ്യണം. എന്നിട്ട് ആ റാപ്പ് ചെയ്ത കോമ്പണൻ്റാണ് നമ്മൾ തിരിച്ച് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ 2 കോമ്പണൻറ്റ് ഉണ്ടാവും, റിയാക്ട് റിഡക്സിൻ്റെ കോമ്പണൻറ്റ് ഉണ്ടാവും, നമ്മുടെ കോമ്പണൻറ്റ് ഉണ്ടാവും. ഓക്കെ, സോ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കണക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുക. സോ കണക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അവൻ റിട്ടേൺ ചെയ്ത് തരുന്നത് തന്നെ ഒരു ഫംഗ്ഷനാണ്, കോമ്പണൻ്റ് അല്ല, ഫംഗ്ഷനാണ്. എന്നിട്ട് ആ ഫംഗ്ഷൻ ഒന്നും കൂടിയും കോൾ ചെയ്യണം, റിട്ടേൺ ചെയ്ത ഫംഗ്ഷൻ ഒന്നും കൂടിയും കോൾ ചെയ്യണം. കോൾ ചെയ്യുന്നത് നമ്മളുടെ ഈ കോമ്പണൻറ്റ് വെച്ചിട്ടായിരിക്കണം. സോ ഇതാണ് അത് എഴുതാനുള്ള ഫോർമാറ്റ്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്റ്റ് എന്താ റിട്ടേൺ ചെയ്യുക, ഈ കണക്റ്റ് ആ റിയാക്ട് റിഡക്സിൻ്റെ ആ കൺസ്യൂമർ കോമ്പണൻ്റ് ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് തരിക. ഓക്കെ, എന്നിട്ട് അതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്താൽ എന്ത് പറ്റും, നമ്മളുടെ ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞ കോമ്പണൻറ്റിനകത്ത് അവൻ ഡിസ്പാച്ചും പിന്നെ അതേപോലത്തെ സ്റ്റേറ്റും നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ സ്റ്റേറ്റും ഈ ഡിസ്പാച്ചും ഈ കോമ്പണൻറ്റിൻ്റെ പ്രോപ്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കോമ്പണൻറ്റിനകത്ത് നമ്മുടെ സെറ്റിങ്സിൻ്റെ കോമ്പണൻറ്റിനകത്ത് പ്രോപ്സ് ആയിട്ട് നമ്മളുടെ റിഡക്സിൻ്റെ സ്റ്റേറ്റും അതുപോലെ തന്നെ ഡിസ്പാച്ചും നമുക്ക് വരും. ഓക്കെ, സ്റ്റേറ്റ് വരാൻ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷേ ഡിസ്പാച്ച് ഡീഫോൾട്ടായിട്ട് തന്നെ വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൻ്റെ പ്രോപ്സ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രോപ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡീഫോൾട്ടായിട്ട് ഡിസ്പാച്ച് എന്തായാലും ഉണ്ടാവും, പക്ഷേ സ്റ്റേറ്റ് ഇല്ല. സോ സ്റ്റേറ്റ് കിട്ടണമെങ്കിൽ ആണ് നമ്മൾ ഈ കണക്റ്റിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇഷ്ടം പോലെ സ്റ്റേറ്റ് റിഡക്സിൽ ഉണ്ടാവും, നമുക്ക് ഈ കോമ്പണൻറ്റിൽ ആവശ്യമുള്ള സ്റ്റേറ്റ് മാത്രം മതി. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഈ കണക്റ്റിലെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്. ഈ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് പേരാണ് mapStateToProps. സോ അത് നമ്മൾ ഒരു ഫംഗ്ഷനാണത്. അപ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എപ്പോഴും റിഡക്സിൻ്റെ ഫുൾ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുക, ഇവിടെ എന്താണ് നമ്മൾ റിട്ടേൺ ചെയ്യണത്, ഇതാ ഈ ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് നമ്മളുടെ ഈ കോമ്പണൻറ്റിൻ്റെ പ്രോപ്സ് ആയിട്ട് വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ
key 1 value 1 key 2 value 2 എന്നാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ മാപ്പ് സ്റ്റേറ്റ്സ് ടു പ്രോപ്പ് ഈ ഒരു കണക്റ്റിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഹയർ ഓർഡർ കോമ്പണൻറ്റ് നമ്മുടെ ഈ കോമ്പണൻറ്റ് വിളിക്കുന്ന കാട്ടി മുന്നേ ഈ ഫംഗ്ഷൻ വിളിക്കും. എന്നിട്ട് എന്ത് റിട്ടേൺ ചെയ്യുന്നോ അതിൻ്റെ പ്രോപ്സ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കീയും വാല്യൂവും ഇവിടെ പ്രോപ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ key 1 value 1 key 2 value 2. ഓക്കെ, സോ ഇത് ജനറലി നമുക്ക് എന്തും വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ നമുക്ക് എന്തും കൊടുക്കാനുള്ളതല്ല, നമുക്ക് നമ്മളുടെ റിഡക്സിൻ്റെ സ്റ്റേറ്റിൽ ആവശ്യമുള്ളത് മാത്രം ഇങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് റിഡക്സിൻ്റെ സ്റ്റേറ്റ് അവൻ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ key 1 = state ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ key 1 നമ്മുടെ റിഡക്സിൻ്റെ സ്റ്റേറ്റിൻ്റെ വാല്യൂ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് 0 ആയിരിക്കും. ഓക്കെ, വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ കീ കൊടുക്കുന്നതാണ് ആ പ്രോപ്സിൻ്റെ പേരായിട്ട് വരിക. സോ നമുക്ക് നല്ല പേര് തന്നെ കൊടുക്കാം, വാല്യൂ തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഈ പ്രോപ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ റിഡക്സിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ. ഓക്കെ, കാരണം നമ്മളിങ്ങനെ കോഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, എന്നിട്ട് ആ വാല്യൂ ആണ് നമ്മൾ ലേബിളിൽ പ്രിൻ്റ് ചെയ്യണത്. ഓക്കെ, ഇവിടെ 0 വന്നിട്ട്. സോ അതുപോലെ തന്നെ ഈ വാല്യൂ മാത്രമല്ല പ്രോപ്സിൽ വരുന്നത് ഡിസ്പാച്ചും വരുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫങ്ഷണൽ കോമ്പണന്റിൽ ചെയ്ത പോലെ തന്നെ ഈ ഡിസ്പാച്ച് വിളിക്കാം. ഇൻക്രിമെൻറ്റ് ഡിസ്പാച്ച് ചെയ്തു, ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോഴും ഡിക്രിമെൻറ്റ് ഡിസ്പാച്ച് ചെയ്തു. ഓക്കെ, സോ നമുക്ക് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. ഇൻക്രിമെൻറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻക്രിമെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, ഡിക്രിമെൻറ്റ് ക്ലിക്ക് ചെയ്ത് ഡിക്രിമെൻറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചെയ്ത യൂസേജിലും -3 പ്രിൻ്റ് ചെയ്യണം. കാരണം ഇതെല്ലാം ഒരു സ്റ്റേറ്റാണ് എടുക്കുന്നത്, ഒറ്റ റിഡക്സ് സ്റ്റേറ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കാണും, ഇവിടെ ഡിക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെയും കാണും. കാരണം രണ്ടും ഒരു സ്റ്റേറ്റാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ് കോമ്പണൻറ്റിനകത്ത് ഡിസ്പാച്ചും സ്റ്റേറ്റും എടുക്കുന്നത്. സോ ആക്ഷൻ ഡിസ്പാച്ച് ചെയ്യാൻ നമുക്ക് ക്ലാസ് കോമ്പണൻറ്റിലാണെങ്കിൽ ഒരു വഴിയും കൂടി ഉണ്ട്. സോ അതായത് നമ്മൾ ഈ mapStateToProps എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ആർഗ്യുമെൻറ്റ് എടുക്കുന്നുണ്ട്, അതും ഒരു ഫംഗ്ഷൻ കൊടുക്കുന്നുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് mapDispatchToProps. ഓക്കെ, സോ ഇതും ഈ mapStateToPropനെ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ സ്റ്റേറ്റ് അല്ല അവൻ പാസ് ചെയ്ത് തരുന്നത്. സോ അവൻ നമ്മുടെ ഡിസ്പാച്ചാണ് പാസ് ചെയ്ത് തരുന്നത്. ഓക്കെ, സോ ഇവിടെയും mapStateToProp പോലെ തന്നെ എന്ത് റിട്ടേൺ ചെയ്യുന്നോ അത് നമ്മുടെ കോമ്പണൻറ്റിൽ പ്രോപ്സ് ആയിട്ട് വരും. ഓക്കെ, സോ ഡിസ്പാച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡിസ്പാച്ച് ചെയ്യുന്ന ഫംഗ്ഷനുകൾ റിട്ടേൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ മൈ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ മൈ ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, എന്നിട്ട് അതേപോലെ തന്നെ ഡിക്രിമെൻറ്റ് ചെയ്യാൻ മൈ ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, സോ മൈ ഇൻക്രിമെൻറ്റും മൈ ഡിക്രിമെൻറ്റും ഇവിടെ ഫംഗ്ഷണലായിട്ട് വരും. അപ്പോൾ നമുക്കത് വിളിച്ചാൽ മതി. അത് വിളിക്കുമ്പോൾ നമുക്ക് ഈ കോഡില്ലേ, ഈ കോഡ് ഡിസ്പാച്ച് ചെയ്യുന്ന കോഡ് അത് ഇതിനകത്ത് എഴുതാം. കാരണം ഡിസ്പാച്ച് ഇവിടെ ആർഗ്യുമെൻറ്റ് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിസ്പാച്ച് കിട്ടും. അതുപോലെ ഡിക്രിമെൻറ്റ് ചെയ്യാനുള്ള കോഡും നമുക്കിവിടെ എഴുതാം. ഓക്കെ, എന്നിട്ട് ഇത് സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാം നമുക്കിവിടെ. ഓക്കെ, സോ അപ്പോൾ ഇവിടെ വരുന്നത് ഡിസ്പാച്ച് അല്ല. സോ ഇവിടെ വരുന്നത് രണ്ട് പുതിയ പ്രോപ്സുകളായിരിക്കും, മൈ ഇൻക്രിമെൻറ്റും മൈ ഡിക്രിമെൻറ്റും. ഓക്കെ, സോ മൈ ഇൻക്രിമെൻറ്റും വരും, മൈ ഡിക്രിമെൻറ്റ് വരും. ഇത് ഫംഗ്ഷനുകളാണ്. അപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് മൈ ഇൻക്രിമെൻറ്റ് വിളിച്ചാൽ മതി, ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ മൈ ഡിക്രിമെൻറ്റ് വിളിച്ചാൽ മതി. ഓക്കെ, സോ നമുക്കിത് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്, ഡിക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഡിക്രിമെൻ്റ് ആവുന്നുണ്ട്. ഇവിടുത്തെ ചേഞ്ച് എന്താണോ അതും കൂടി വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഒരു ക്ലാസ് കോമ്പണൻറ്റിനകത്ത് സ്റ്റേറ്റും ഡിസ്പാച്ചും ആക്സസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഡോക്യുമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, react-redux കണക്ട് ഡോക്യുമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇനിയും ഉണ്ട്. എന്നാലും നമ്മളൊരു സാധാരണ ഒരു യൂസ് കേസിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. പോലെ തന്നെ നമ്മളിപ്പോൾ മിക്കവാറും എല്ലാവരും ഫംഗ്ഷണൽ കോമ്പണൻ്റാണ് യൂസ് ചെയ്യുക. ക്ലാസ് കോമ്പണൻ്റ് അപ്പോൾ അധികാരം പുതിയ കോമ്പണൻ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാറില്ല. സോ അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് കവർ ചെയ്യാതിരുന്നത്. സോ പക്ഷേ ഇനി വലിയ എക്സിസ്റ്റിംഗ് കോഡുകൾ മോഡിഫൈ ചെയ്യാൻ വല്ല ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്യുമെൻറ്റ് നോക്കുക. ഓക്കെ, സോ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള എല്ലാവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.